ഹലോ, ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഫോൺ പേയിലേക്കാണ്. കേരളത്തിലുടനീളം, അതായത് 14 ജില്ലയിലേക്കും നമുക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീം ലീഡർ പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ സാലറി ഡീറ്റെയിൽസും മറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആൻഡ് എബോവ് ആണ്. അതായത് +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സ്പീരിയൻസ് അവർ പറയുന്നില്ല. ഫ്രഷേഴ്സിനായാലും എക്സ്പീരിയൻസുള്ള കാൻഡിഡേറ്റ് ആയാലും അവർക്കായാലും പങ്കെടുക്കാവുന്നതാണ്. ഏജ് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. ഓക്കെ, മെയിലോ ഫീമെയിലോ ഏത് കാൻഡിഡേറ്റിനായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ഏതൊക്കെ ജില്ലയിലാണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങളൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് അവർക്ക് ടോട്ടൽ 4 വേക്കൻസിയാണ് ഉള്ളത്. അതേപോലെ കൊല്ലത്ത് 4 വേക്കൻസി, ആലപ്പുഴ 3 വേക്കൻസി, എറണാകുളം 8 വേക്കൻസി ഉണ്ട്, തൃശ്ശൂർ 5 വേക്കൻസി, പാലക്കാട് 3 വേക്കൻസി, മലപ്പുറം 3 വേക്കൻസി, കോഴിക്കോട് 3 വേക്കൻസി, കണ്ണൂർ 3 വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി. അപ്പം ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് തലശ്ശേരിയുണ്ട്, തളിപ്പറമ്പുണ്ട്. അപ്പോൾ ഒരു ജില്ലയുടെ തന്നെ പല പ്രദേശങ്ങളായിട്ടായിരിക്കും വേക്കൻസി വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരിക്കും. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നീട് കമ്പനിയുടെ HR ഭാഗത്തുള്ള ഇൻ്റർവ്യൂ. അങ്ങനെ 3 ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന സാലറി 24,000 മുതൽ 32,000 വരെയാണ്. ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ സാലറി സ്ലിപ്പോ കാര്യങ്ങളോ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 32,000 രൂപ വരെ സാലറി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഫ്രഷേഴ്സായിട്ടായിരിക്കും പരിഗണിക്കുന്നുണ്ടാവുക. 24,000 രൂപയാണ് സാലറി. അതേപോലെ പെട്രോൾ അലവൻസ് അവർ തന്നിരുന്നു. 6,000 രൂപയാണ് പെട്രോൾ അലവൻസ് പ്ലസ് ഇൻസെൻറ്റീവും നൽകുന്നുണ്ട്. 2 വീലർ മാൻഡേറ്ററി അല്ല, അതായത് വാഹനം മാൻഡേറ്ററി അല്ല. വാഹനം ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് 2 വീലർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവരുടെ മെയിനായിട്ട് ജോലി എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവിടെ QR കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കീഴിൽ എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ എക്സിക്യൂട്ടീവിനെ കണ്ടെത്തി ഓരോ ഏരിയയിലേക്ക് അസൈൻ ചെയ്യണം. മിനിമം നമ്മുടെ ഒരു ടീം ലീഡറിൻ്റെ അണ്ടറിൽ ഏകദേശം വരുന്നത് ഒരു 10 to 15 എക്സിക്യൂട്ടീവ്സാണ്. അപ്പോൾ ഇവരെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ കടകളിൽ പോയി QR കോഡ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ആ സൗണ്ട് ബോക്സ് ഫിറ്റ് ചെയ്യുക, കടക്കാർക്ക് അവരുടെ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ വർക്കുകളായിരിക്കും നമുക്കിവിടെ ഇതിൻ്റെ ഒരു ജോബ് നേച്ചർ എന്ന് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയർ ലൈവിൻ്റെ മെയിൽ ID നിങ്ങളുടെ റെസ്യൂം അയച്ചിടുക. എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. കാരണം നമുക്ക് 3 ലെവൽ ഇൻ്റർവ്യൂ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയാണ്. ഫ്രഷേഴ്സ് ആയാലും എക്സ്പീരിയൻസ് ആയാലും മെയിലായാലും ഫീമെയിലായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീൽഡ് വർക്കും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്, ഓഫീസ് ജോബല്ല. അപ്പോൾ വെയിലും മഴയൊക്കെ കൊള്ളാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം അവരുടെ ബയോഡാറ്റ താഴെ കാണുന്ന മെയിൽ ID സെൻഡ് ചെയ്യുക. ഓക്കെ.